ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു സുധി ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് ഇത് കണക്ക് ഷഫീന ബീവിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഭയങ്കര മോശമുള്ള കാര്യങ്ങളാണ് ഷഫീന ബീവി ഉണ്ടെങ്കിൽ രേണുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ ഋതപ്പൻ്റെ കാര്യമാണ്. ഇത് കണക്ക് ഋതപ്പനുണ്ടെങ്കിൽ സുധിയുടെ മോനാണെന്നുള്ളൊരു കാര്യം എനിക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ടെങ്കിൽ നീ തെളിയിക്കണമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന് മറുപടി എന്നുള്ള രീതിയിലായിരുന്നു രേണു ഉണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. നിനക്കല്ലി ഇത്രയും ഉണ്ടെങ്കിൽ തെളിയിക്കാൻ വലിയ ദണ്ണമായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ അങ്ങനെ തെളിയിക്കണമെങ്കിൽ പോലും ഉണ്ടെങ്കിൽ കൊല്ലം സുധി ഉണ്ടെങ്കിൽ മരണപ്പെട്ടു പോയി. ഇനി അത് കണ്ടുപിടിക്കണമെങ്കിൽ പോലും ഉണ്ടെങ്കിൽ DNA ടെസ്റ്റ് നടത്താൻ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. അതിന് അധികം ചിലവ് അല്ലെങ്കിൽ ഒരുപാട് സമയമൊക്കെ എടുക്കും. നിനക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ നീ തന്നെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്കുണ്ടെങ്കിൽ ഇതൊരു ചിലപ്പോൾ തമാശയായിരിക്കും, അല്ലെങ്കിൽ ഇത് കണക്ക് രേണുവിനെ കുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ഇത് ആ കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അവനുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ ചിലപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ സാധ്യതയുണ്ട്. ആൾക്കാരുണ്ടെങ്കിൽ കളിയാക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ആലോചിക്കാതെ ഉണ്ടെങ്കിൽ അവർ ഇഷ്ടത്തിന് ഓരോരോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ രേണുവിനെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതേ കണക്കുണ്ടെങ്കിൽ ആ കുട്ടിയെ ഭയങ്കര മോശമുള്ള രീതിയിൽ പറയുക, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ആ കുട്ടിയെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് അത്ര കറക്റ്റായിട്ടുള്ള കാര്യമല്ല. വീട്ടുകാരെ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാര്യം വെച്ചിട്ടല്ല ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിന് ഷഫീനെ എന്ത് ഉദ്ദേശത്തിൽ പറയുന്നതാണെങ്കിൽ പോലും ആ കുട്ടിയുടെ ജീവിതത്തിനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും.